This is Moonlight, the best picture. Yeah. ഓസ്കർ ചരിത്രത്തിൽ തന്നെ നിർണായക സ്ഥാനം നേടുകയാണ് ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനം. ഇതുവരെ ഓസ്കറിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ പിഴവോടുകൂടിയാണ് ചടങ്ങ് അവസാനിച്ചത്. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം അവതാരകർക്ക് കിട്ടിയ കുറിപ്പിലെ പിഴവ് മൂലം ലാലാ ലാൻഡിന് പ്രഖ്യാപിക്കപ്പെട്ടു. സിനിമയുടെ അണിയർക്കാർ വേദിയിലെത്തിയപ്പോഴാണ് തെറ്റു മനസ്സിലായത്. ഒടുവിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂൺലൈറ്റിന് അവാർഡ്. Moonlight, best picture. ബാരി ജെൻകിൻസ് ആണ് മൂൺലൈറ്റിന്റെ സംവിധായകൻ. മാഞ്ചസ്റ്റർ ബൈ ദ സീയിലൂടെ കേസി അഫ്ലെക്ക് മികച്ച നടനായി. ലാലാ ലാൻഡ് എമാ സ്റ്റോണിനെ മികച്ച നടിയുമാക്കി. ലാലാ ലാൻഡ് ഒരുക്കിയ ഡാമിയൽ ചേസിലാണ് മികച്ച സംവിധായകൻ. പ്രൊഡക്ഷൻ ഡിസൈൻ, ഛായാഗ്രഹണം, സംഗീതം, ഗാനം എന്നിവയിലടക്കം 6 പുരസ്കാരമാണ് ലാലാ ലാൻഡിനുള്ളത്. സംഗീതത്തിനും പാട്ടിനുമുള്ള പുരസ്കാരം നേടി ജസ്റ്റിൻ ഹുവിറ്റ്സ് ഇരട്ട ഓസ്കർ സ്വന്തമാക്കി. മൂൺലൈറ്റിലെ അഭിനയത്തിന് ആഫ്രിക്കൻ വംശജനായ മഹർഷാലി മികച്ച സഹനടനായും ഫെൻസസിലെ പ്രകടനത്തിന് വയോള ഡേവിസ് സഹനടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള ഓസ്കർ ഇറാനിയൻ സംവിധായകൻ അഷ്കർ ഫർഹാദിയുടെ ദ സെയിൽസ്മാൻ നേടി. മികച്ച അനിമേഷൻ ചിത്രം സുട്ടോപ്പിയാണ്. ജംഗിൾ ബുക്കിനാണ് വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം. എഡിറ്റിംഗ്, സൗണ്ട് മിക്സിംഗ് എന്നിവയ്ക്കുള്ള ഓസ്കർ മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ഹാക്സോ റിഡ്ജ് നേടി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.